അങ്ങനെ അവര് വിട പറയുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ്. ഇവിടെ 1, 2, 3, 6 പേർക്ക് കിടക്കാൻ പറ്റും. നൈസ്. ഡ്രസ് വിട്ടത് നല്ല മാച്ചിങ്. ഹലോ ഫ്രണ്ട്സ്, ഇരിക്കുന്നമാരുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഹോട്ടൽ മുറിയിലാണ്. ഞാനിപ്പോൾ ചൈനയിൽ കൊർല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കൊർല എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഹോട്ടലിൽ വന്ന് സ്റ്റേ ചെയ്തു. ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഹോട്ടലിൽ സ്റ്റേ ചെയ്തത്. പിന്നെ പാതിരാത്രി എന്തായാലും തണുപ്പത്ത് ടെൻ്റ് അടിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇത് ചൈനയിലെ 2ാമത്തെ ഹോട്ടലാണ് കേട്ടോ. അപ്പം ഈ കാണുന്നതാണ് ഹോട്ടൽ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അത്യാവശ്യം വൈഫൈയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു 10,200 രൂപയാണ് കേട്ടോ ഒരു ദിവസത്തേക്ക് വരുന്നത്. ഇപ്പം ബാഗെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ പല ഹോട്ടലുകളിൽ ഞാൻ കൂടുതലായിട്ട് നമുക്ക് എന്താ പറയുക, ശാരീരിക ബന്ധത്തിനൊക്കെ ഏർപ്പെടാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതൽ വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇതെല്ലാം നമുക്ക് സ്കാനർ വെച്ചിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഇതെന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല, ശാരീരിക ബന്ധത്തിനുള്ളതാണ്. പിന്നെ ഇവിടെ ബുക്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ചൈനീസിലായതുകൊണ്ട് പിന്നെ അതൊന്നും അറിയില്ല. പിന്നെ വൈഫൈ ഉണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമുക്കുണ്ടായിരുന്ന ചെറിയ ലാസ്റ്റ് അന്ന് സ്റ്റേ ചെയ്തതിന് അതിൻ്റെ അത്ര കൊള്ളൂല കേട്ടോ. അന്ന് സ്റ്റേ ചെയ്തത് 120 യുവാൻ, ഇന്ന് സ്റ്റേ ചെയ്തത് 100 യുവാൻ. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെയും എന്തൊക്കെ അവർ ശാരീരിക ബന്ധത്തിനുള്ള എന്തൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ബിഗോ, you wanna say something? സ്വാഗതം. I thought you will say now നമസ്കാരം. അപ്പൊ ജാക്കറ്റ് ഒക്കെ എടുക്കട്ടെ. എന്റെ പനി അത്യാവശ്യം കുറവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചാൽ, ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഇന്നലെ ഒരു സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചു. അവിടെ തന്നെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. Shall we go? I'm ready. Your CB is open. Yeah, because it's too small. Okay. It's good for air passing. ശേഷേ നമ്മൾ ഈ കാണുന്ന ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. നമ്മളിനി പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഫൈനലി ഇതാണ് കേട്ടോ കൊർല. എൻ്റെ അമ്മോ, ഇറ്റ്സ് കോൾഡ്. നല്ല തണുപ്പുണ്ടല്ലോ കൊർല. നമ്മൾ വിചാരിച്ചതല്ല, അത്യാവശ്യം തണുപ്പുണ്ട്. നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്, ഇന്നലെ കഴിച്ച ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് അവിടെയല്ലേ, ദാറ്റ് വൺ. ആ കാണുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ എന്ത് രസമല്ലേ. കണ്ടില്ലേ, ഫുള്ളിങ്ങനെ ഇവിടെ എല്ലാം വലിയ ഇങ്ങനത്തെ കെട്ടിടങ്ങളാണ് കേട്ടോ. എല്ലായിടത്തും ഉയരമുള്ള കെട്ടിടങ്ങളാണ് ചൈനയിൽ പ്രധാനപ്പെട്ട ഇത്. അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലോട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഫുള്ള് പൊടിയാണ് കേട്ടോ, ഫുള്ള് ഡെസേർട്ട് ഭാഗമാണ്. ഇവിടെ സ്നോ ഇല്ല, അതാണ് എന്നെ അതിശയിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. യെസ്, ഈ കാണുന്ന റെസ്റ്റോറൻ്റ് അല്ലേ, ഇതല്ലല്ലോ. നോ, ദിസ് വൺ. വെർ ഇസ് ഇറ്റ്? ഇതാണ് കേട്ടോ. ഫൈനലി ഹലോ, മോർണിംഗ്. പുള്ളിക്കാരനാണ് കേട്ടോ ഇന്നലെ. നീ ഹാവമാ. ഇത് നമ്മുടെ തോഫു. ഇതെന്താ സാധനം? ഇത് വേറെ എന്തോ സാധനം. അത് നമ്മുടെ സോയാബീൻ വെച്ച് ഉണ്ടാക്കിയത്. ഇത് നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാം കേട്ടോ. പുള്ളിക്കാരൻ്റെ കിച്ചണിലോട്ട് കയറാൻ വേണ്ടിയുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നൂഡിൽസ് ഉണ്ടാക്കുവാണ് കേട്ടോ. അടിപൊളിയാണല്ലോ. ഇവിടെ പുള്ളിക്കാരൻ്റെ കുറെ സലാഡ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതെനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഭക്ഷണം. ഇതാണ്ട് തിളയ്ക്കുന്നുണ്ടോ എൻ്റെ അമ്മ. അതിൽ കുറച്ച് പച്ചക്കറി ഇട്ടു. ആ പച്ചക്കറി കൂടെ വാരി അതൊന്ന് തിളപ്പിച്ച് ഇത് ഇടും. അത്ര തന്നെയാണ് കേട്ടോ. ഇടില്ലേ, ഇവിടെ കുറെ അവരുടെ പച്ചക്കറി സംഭവങ്ങൾ, കുറെ വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. കൊള്ളാമല്ലോ, നല്ല അത്യാവശ്യം നല്ല കിച്ചൺ കേട്ടോ. പുള്ളിക്കാരൻ അടിപൊളി എക്സ്പെർട്ട്. നൂഡിൽസ് അത് ഭയങ്കര സ്പൈസിയാണ് കേട്ടോ. ഇവിടെ കുടിക്കാനായിട്ട് ചാ ഉണ്ട്. പിന്നെ താണ്ടേ ഈ കാണുന്നത് നമ്മുടെ ഒരു സൂപ്പ് നൂഡിൽസാണ്. കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്.
നമ്മുടെ ചേച്ചി വന്നു കേട്ടോ. ഇന്ന് നമ്മുടെ ഹലോ അവരാണ് നമ്മുടെ അടിപൊളി ചേച്ചിയാണ് കേട്ടോ. പിന്നെ അതാണ്ട് ഇത് നൂഡിൽസ്, പിന്നെ അത് വേറൊരു സാധനം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ്? പിന്നെ അവിടെ കുറച്ച് സോയാബീൻസിന്റെ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ഭക്ഷണമാണ് കേട്ടോ. ചേച്ചി ഭയങ്കര പാവമാണ് കേട്ടോ. ചേച്ചി നല്ല സ്നേഹമുള്ള ഒരു ചേച്ചിയാണ്. നമ്മളിത് രാവിലെ വന്നപ്പോൾ കാണാത്തോട്ട് വിശപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് ഉർഗ്മി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ട്രെയിൻ കയറാനാണ് കേട്ടോ പ്ലാന്. ഇത് നമ്മുടെ ഒരു ടൊമാറ്റോ ഇതുപോലത്തെ ഒരു സാധനമാണ് കേട്ടോ. പുള്ളിക്കാരൻ നമ്മളെ ദിസ് വൺ. ഓ ദിസ് വൺ. നമ്മളടുത്ത് വന്നിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു, ഇനി ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവരടുത്ത് ഇവിടെ പറയാം ബൈ ബൈ. നെക്സ്റ്റ് ടൈം ഉറുംജി. പോയിസ് കോൾഡ്. ബൈ. ഓക്കെ. നല്ല ആൾക്കാരട്ടോ, നല്ല ആൾക്കാരായിരുന്നു. ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചൈനയിൽ വരുമ്പോൾ ഈ സിറ്റിയിൽ വരണം. എന്നിട്ട് ഇവരെ വന്നിട്ട് ഇവിടെ നിന്ന് നൂഡിൽസ് കഴിക്കണം. സോ ഫൈനലി വി വാക്കിംഗ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. യെസ്. അപ്പോൾ നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു പോവാം. സൈക്കിൾ ഉണ്ടല്ലോ, അതാ നല്ല രസമുള്ള സൈക്കിൾ കേട്ടോ. ഇവിടെ ഇതുപോലത്തെ ഉള്ള ചെറിയ മണക്കൂസ് സ്കൂട്ടറൊക്കെ ധാരാളം കാണാൻ സാധിക്കും. ഇവിടുത്തെ എയർ ക്വാളിറ്റി ഭയങ്കര മോശമാണ് കേട്ടോ. ഫുള്ള് എന്താ പറയാ, മൗണ്ടനിന്റെ ഇടയിലായോണ്ട് ഇറ്റ്സ് ലൈക്ക് ഡൽഹി. ഡൽഹിയെ പോലെ എയർ ക്വാളിറ്റി വെറും മോശമാണ് കേട്ടോ. സോ അങ്ങനെ നമുക്ക് നല്ലപോലെ കാണാൻ കഴിയുന്നില്ല. കണ്ടില്ലേ? ഇങ്ങനെ കാണുന്ന എല്ലാ റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. അവിടെ എല്ലാ ആൾക്കാരും കഴിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ കഴിച്ച ദ ഫുഡ് വാസ് സോ ചീപ്പ് റൈറ്റ്? നമ്മൾ കഴിച്ചതിന് എല്ലാത്തിനും കൂടെ വന്നതെന്ന് പറയുമ്പം 25 യുവാനാണ് കേട്ടോ. 25 യുവാൻ. 25 യുവാൻ എന്ന് പറയുമ്പോൾ 7, 4, 21, 28, ഒരു 300-320 രൂപ അടുപ്പിച്ചായിട്ടുള്ളൂ. 320 രൂപയ്ക്ക് അത്രയും കഴിക്കാൻ പറ്റി. അത് കുഴപ്പമില്ല കേട്ടോ, അത് അത്യാവശ്യം ചീപ്പ് തന്നെയാണ്. ഇന്ത്യ വെച്ച് ചീപ്പ് എന്നല്ല, എന്നാലും വലിയ പ്രൈസ് ഒന്നുമല്ല. ഇവിടെ സ്നോ ഉണ്ട് കേട്ടോ. സ്നോ കണ്ടുപിടിച്ചു, പക്ഷേ ഫുള്ള് പൊടിയടിച്ച് ഒരുമാതിരി രസമില്ലാതെ കിടക്കുവാണ്. നമ്മൾ നടന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്ന് നീങ്ങുവാ. No Chinese. 你好，你好。印度德国。没印度。你是印度的？印度。德国的。德国啊。现在干什么？往哪走？boys。喊中路啊？boys。Yeah. This.等一下ഫോട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇതാണ് കേട്ടോ. ഇവിടെ നല്ല രസമുള്ള മരങ്ങളുണ്ട്. വാട്ട്സ് യുവർ പ്രോബ്ലം? പക്ഷെ ഇവിടെ ഫുള്ള് ഇങ്ങനെ പൊടിയടിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഏതൊരു ആളുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇത് ആരാണെന്നൊന്നും എനിക്ക് അറിയില്ല. എന്തെങ്കിലും വലിയ വിപ്ലവകാരി ആയിരിക്കും കേട്ടോ. എനിക്കറിയില്ല ആരാണെന്ന് കേട്ടോ. നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഫുള്ള് പൊടിയായോണ്ടാണ് കേട്ടോ. എയർ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. ഈ കാണുന്നതൊക്കെ ബൈക്കിന് പോകാനുള്ള ലൈനാണ് കേട്ടോ. ഈ കാണുന്ന ബൈക്കിനും പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിനും. നമ്മളങ്ങനെ ആദ്യമായിട്ട് ഒരു മാളിലോട്ട് വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ടു മാൾ. നമ്മൾ മാള് സമയമുണ്ട് കേട്ടോ. നമുക്ക് ട്രെയിന് ഇനി വൈകിട്ട് 5 മണിക്ക് എന്തോണോ ട്രെയിന്. നമ്മൾ മാളിലോട്ട് കയറിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പരസ്യം കണ്ടില്ലേ, കൊള്ളാലോ. ഇവിടെ കണ്ടില്ലേ, എല്ലാവരും സിഗരറ്റാണ് കേട്ടോ. മാളിൻ്റെ അകത്തായാലും എല്ലായിടത്തായാലും ആൾക്കാർ ഫുള്ള് ഇരുന്ന് സിഗരറ്റ് വലിയാണ് കേട്ടോ. യു കം നെക്സ്റ്റ്. ബൈ.
ഇതാണ് കേട്ടോ മാളിൻ്റെ അകം. നമ്മുടെ മാളിൽ വന്ന് സെലിബ്രേറ്റ് ആയിരിക്കുകയാണ്. ഫുള്ള് കോസ്മെറ്റിക്കിൻ്റെ പ്രൊഡക്ട്സ് ആണല്ലോ. ഫുള്ള് കണ്ടില്ലേ അവിടെ നിന്ന് മണപ്പിക്കുന്നേ. ഫുള്ള് കോസ്മെറ്റിക് ഐറ്റംസ് ആണ് കേട്ടോ കൂടുതൽ ഈ മാളിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത്. എൻ്റെ അമ്മ എന്ത് രസമല്ലേ. ഫുള്ള് ടെഡി ബിയർ. ഫുള്ള് ടെഡി ബിയർ ആണല്ലോ. ടെഡി ബിയറിൻ്റെ ഇതാണ് കേട്ടോ ഫുള്ള്. ഇത് ഒരു മാളുടെ ഒരു എന്താ പറയുക നടു സമുച്ചയം എന്നൊക്കെ പറയില്ലേ. ഇത് മറ്റേ പൈസ ഇട്ടിട്ടാക്കുന്നതാണോ? കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. 4 യുവാൻ കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട്. 4 യുവാൻ 28 യുവാൻ അതൊക്കെയാണ് കേട്ടോ ഇതിന്റെ വില വരുന്നത്. ഇതിന്റെ വിലയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇവിടെയും കുറെ ട്രാൻസ്ഫോമർ സംഭവം. അടിപൊളി കേട്ടോ. നല്ല രസമുള്ള സാധനങ്ങൾ കേട്ടോ. ഇവിടെ നല്ല സ്പൈഡർമാന്. ഇവിടെയൊക്കെ തുറന്ന കടകളാണ് കേട്ടോ കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഇതുപോലത്തുള്ള തുറന്ന കടകളൊക്കെയാണ് കേട്ടോ ഇവിടെ. ജാക്കറ്റ് സംഭവങ്ങൾ ഇവിടെ കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു കോഫി ഷോപ്പ്, പിന്നെ ഇരിക്കാനുള്ള ഇടമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ എഗ്ഗ് കൊച്ചുകുട്ടികൾക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ തന്നെ ആൾക്കാർ വന്നിരുന്ന് സിനിമ കാണാം കേട്ടോ. അത് ആൾക്കാർ ഇവിടെ വന്ന് സിനിമയൊക്കെ കാണുന്നുണ്ട്. അവിടെ സിനിമയൊക്കെ ഇട്ടേക്കുന്നു. വാട്ട്സ് ഇവിടെ പിന്നെ ഓർണമെന്റ്സ് ഒക്കെയാണ് കേട്ടോ. ജ്വല്ലറി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വർണ്ണങ്ങളാണ് കേട്ടോ. നല്ല രസമുള്ള വളകളും കമ്മലും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിനെന്ന് പറയുമ്പോൾ 9954 10,000, അതായത് 10,000 യുവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 1 ലക്ഷം അടുപ്പിച്ച് വരുമെന്ന് തോന്നുന്നു. നമ്മുടെ ടോപ്പ് ഭാഗം ഫുഡ് കോർട്ടും പിന്നെ താഴോട്ടൊക്കെ അല്ലാത്ത ഡ്രസ്സിൻ്റെയും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണ് താണ്ടേ നമ്മുടെ നടുക്കുള്ള സമുച്ചയം. ബാക്കിയെല്ലാം ക്ലോത്തിൻ്റെയൊക്കെ കടകളാണ് കേട്ടോ കൂടുതലും. കണ്ടില്ലേ ഇവിടെ കൊച്ചുകുട്ടികളിരുന്ന് കളിക്കുന്ന നോക്കിയേ. ഇവിടെ കുറേ ടോയ്സും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല രസമുള്ള സംഭവങ്ങൾ കേട്ടോ. സാധനങ്ങൾ എൻ്റെ അമ്മ അടിപൊളി കേട്ടോ. നല്ല അടിപൊളി ബാഗും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. കണ്ടില്ലേ അടിപൊളി. നല്ല രസമുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളൊക്കെയാണ്. എൻ്റെ അമ്മ നല്ല രസമുള്ള ഡ്രസ്സ് കേട്ടോ. ചൈനീസ്. ഓ 399 3,000. 399打完折。You understood, right? Yeah, I also understood. നല്ല രസമുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. എങ്ങനെയുണ്ട്? വാവ്, സൂപ്പർ പ്രിറ്റി. ഇതിന് 300 പറഞ്ഞു. നമ്മൾ 250 രൂപയ്ക്ക് ബാർഗെയിൻ. അവർ ഓൾറെഡി പേയ്മെന്റ് ഒക്കെ എടുത്തു കേട്ടോ. ഇവിടെ മാളിൽ വന്നാലും ഇവിടെ ഇങ്ങനെയുള്ള മാളിൽ വന്നാലും നമുക്ക് ഇവിടെ ബാർഗെയിനിങ് നടക്കും കേട്ടോ ചൈനയിൽ. അത് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. ഞാനിതാണ്ട് അവർ 260 ആക്കി. 299 സാധനത്തിന് 250. നോ ദിസ് വൺ. നോ. ഓക്കെ. കരോള ഇതുവരെയ്ക്കാണ് വിശ്വസിക്കുന്നില്ല. കരോള ഇവിടെ ബാർഗെയിനിങ് ഒന്നും നടക്കൂല കേട്ടോ. യുവർ മണി ലൂസ്. ഞാൻ ബാർഗെയിൻ ചെയ്ത് ഞാൻ 50 രൂപ കുറച്ച് കൊടുത്തു. അവള് പറയുന്നത് ഇവിടെ ബാർഗെയിനൊന്നും പറ്റൂല, അതൊന്നും വേണ്ടാന്ന്. ഞാൻ 50 രൂപ കുറച്ച് കൊടുത്തപ്പോ ഇവിടെ പുള്ളിക്കാരി ബില്ല് എഴുതുവാണല്ലോ. പ്രൊഡക്ട്സിന്റെ ബില്ലാണ് കേട്ടോ. 250. എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പോൾ മാളിന്റെ താഴെവശം പോയി ചോദിക്കുന്നു തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ അത്. നൈസ്, അടിപൊളി കേട്ടോ. നല്ല സാധനം. 250 എന്ന് പറയുമ്പോൾ 250 എന്ന് പറയുമ്പോൾ ഷജീമ 250. 1 minute. 250 divided by 7.1 equal to what is this? 250 divided by 7.1. Oh, $35. Yeah. $35 into 83. നമ്മുടെ നാട്ടിലെ 2,922 3,000 rupees. 3,000 രൂപയാണ് കേട്ടോ ഇതിന് വന്ന വില എന്ന് പറയുമ്പോൾ. ഓ, കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ബില്ല് ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടോ കേട്ടോ. കണ്ടില്ലേ, ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ ബില്ല് കൊണ്ടുവന്നിട്ട് QR സ്കാനറിലോ വല്ലോ ബില്ല് ചെയ്യണം. ഓ, നമുക്ക് ബില്ല് കിട്ടി കേട്ടോ. ഇതാണ് കേട്ടോ 250യുടെ ഒരു ബില്ല് വന്ന്. ബൈ.
അങ്ങനെ ഫൈനലി യു ഡോണ്ട് വാണ്ട് ടു ടേക്ക് ഔട്ട് ദ ടാഗ്, യു വാണ്ട് ടു പുട്ട് ലൈക്ക് ദിസ്. You take it out. Okay, I put it inside for you. Okay. Oh, we can ask the and then she can tell us. ഫുള്ള് ഇതുപോലത്തുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല വില ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ചീപ്പൊന്നുമല്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതാ ആഹാ, അടിപൊളി തൊപ്പികളാണല്ലോ. വാ, ഈ തൊപ്പി എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഇതുപോലത്തെ ഒരു തൊപ്പിയാണ് ഞാൻ ഒരുത്തിന് ഗിഫ്റ്റ് കൊടുത്തത്, ഒരു കസാക്കി പൈന്. നൈസ്. ഡ്രസ് കിട്ടുന്നത് നല്ല മാച്ചിങ്, യുനോ ഇറ്റ്സ് മാച്ചിങ് യുനോ. Ah, okay, great. ഇതെന്താ സ്റ്റോൺ ആണോ? Yeah, it's done. എൻ്റെ അമ്മ 1, 10, 100, 1000, 10,000 ലക്ഷം കോടി. 1 കോടി യുവാനോ? ഇതെന്തോ ഫേമസ് ആയിട്ടുള്ള സ്റ്റോൺ ആണല്ലോ. You've never seen something like this? 1, 10, 100, 1000, 10,000, 19,000 യുവാനാണ് കേട്ടോ. എൻ്റെ അമ്മോ. ആ നീ ഗോമ? 你们是来自于美国吗？English 那个地方。 ഇംഗ്ലീഷ്. തിഗോ.对的。തിഗോ ഇന്ദു.印度啊。 ഇന്ദു യാ. 德国。德国。 കുറെ നല്ല ഇതൊക്കെയാണ് കേട്ടോ. പക്ഷെ ഇതിന്റെയൊക്കെ വില കണ്ടാൽ കേട്ടോ, എല്ലാം 10,000 യുവാനൊക്കെയാണ്. ലക്ഷങ്ങളുടെ വില ഉള്ള ഇതാണ് കേട്ടോ. ആ, ഇവര് എന്തോ ചേച്ചിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കാണ് കേട്ടോ. യെസ്. അടുത്ത ചേച്ചി വന്ന് ഫോട്ടോ എടുക്കാണ് കേട്ടോ. ചേച്ചി ഇവരെല്ലാം ഫോട്ടോ എടുക്കുന്നത് ടിക്ടോക്കില് ഇതിലാണ് കേട്ടോ. ഡയറക്റ്റ് പാട്ട് വിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഗുഡ്. ഓ കണ്ടില്ലേ, ഫുള്ള് വെളുത്ത് തൊടുത്തിരിക്കുന്നു. എന്ത് രസം. താങ്ക് യു. നീ ഹോ. ബൈ. ഇനി ഇവിടെ നമ്മൾ ഫോട്ടോ എടുത്ത് മുടിയേണ്ടി വരും. ഇവിടെ കുറെ കാറുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ കടയിലുള്ള എല്ലാ ചേച്ചിമാരും നമ്മളെ തന്നെയാണ് നോക്കുന്നത്. അവർക്ക് ഫോട്ടോ എടുക്കണം, അവർക്ക് നമ്മളെ അടുത്ത് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ല. ഇവിടെ കണ്ടില്ലേ ചൈനീസ് ഡ്രസ്സ് കേട്ടോ, നല്ല രസമുണ്ട്. പല അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ കാറുണ്ടെങ്കിലും ഇതുപോലുള്ള ചില ചൈനീസ് കമ്പനികളുണ്ട് കേട്ടോ. അടിപൊളി കാറുകളാണ് കണ്ടില്ലേ. പല ചൈനീസ് കാറുകൾ ഇവിടെ ഉണ്ട്. നല്ല രസവും നല്ല ഫങ്ഷൻസ് ഒക്കെ ഉള്ളതാണ്. ചൈനയിലെ ഒരു KFCയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറെ എന്തൊക്കെ ബ്രാൻഡാണ്. KFC അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. ലോക്കൽ ഫുഡിനെയും കാട്ടി വില ഉള്ള സംഭവങ്ങളും കൂടിയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ നടന്ന് നീങ്ങുവാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഉള്ള സ്കൂട്ടർ എല്ലാം അടിപൊളി. ഇതാ കോമഡിയാണ് കേട്ടോ. ഇത് കോമഡിയല്ല, ചില സ്കൂട്ടറുകളുണ്ട് കണ്ടില്ലേ. ഇതാണ് കേട്ടോ കോമഡിയാണ് കേട്ടോ. ഈ വണ്ടികൾ കാണാൻ നല്ല രസമുള്ള ചെറിയ സ്കൂട്ടറുകളാണ്. ഇലക്ട്രിക്കോ, നമുക്ക് മറ്റേ ചവിട്ടിയും പോവാം, സൈക്കിൾ പോലെ ഇങ്ങനെ ചവിട്ടിയും പോകാൻ പറ്റുന്ന വണ്ടിയാണ്. നമ്മളൊരു ബസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി ബസ് കിട്ടുമോ അതോ നമ്മൾക്ക് 101 എന്ന് പറയുന്ന ഈ ബസ്സിൽ കയറിയാണോ പോകാനായിട്ട് കേട്ടോ, അറിയില്ല. എന്താന്ന് കേട്ടോ, വണ്ടിയെല്ലാം ഉണ്ടാകുന്നോ. You wanna say something? Is it cold? നമ്മളൊരു ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. അയ്യോ, പുള്ളിക്കാരൻ എവിടെ പോകുന്നു? ഓ, ബസ് വരുന്നു എന്നാണ് പറയണ. ഓക്കെ. നമ്മൾ ഈ കാണുന്ന ഇതിന്റെ അകത്താണ് കേട്ടോ ഇടേണ്ടത്. 2 ഓക്കെ. നോട്ട് ടിക്കറ്റ് ഫിനിഷ്. അതെ, 1 യുവാനാണ് കേട്ടോ ഒരാൾക്ക് വരുന്നതെന്ന് പറയുമ്പോൾ. 1 യുവാനാണ് വരുന്നത്. അപ്പോൾ QR വെച്ച് നമുക്ക് പൈസ പേ ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളൊരു ബസ്. പുള്ളിക്കാരൻ പാവം എണീറ്റ് ഇന്ന് കൊടുക്കണം കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി, അവൾക്ക് വേണ്ടി. പുള്ളിക്കാരൻ എന്തോ കാണിക്കുന്നത്. താങ്ക് യു പറഞ്ഞാണോ കാശ് ചോദിക്കുന്നതാണോ? നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തോട്ട് നമ്മൾ എത്തിയിരിക്കുവാണ്. ഇവിടെ എൻ്റെ അമ്മ പട്ടാളത്തിന്റെ വണ്ടികളൊക്കെയാണല്ലോ കിടക്കുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ റെയിൽവേ സ്റ്റേഷൻ. നല്ല രസമുണ്ട് കണ്ടില്ലേ. എയർപോർട്ട് പോലെ തോന്നുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. ഓ, അതിലേക്കടാ. ഓ, ഇതിലേക്കടാണ് കേട്ടോ വേണ്ടേ. ഇവിടെ സംസയൊക്കെ വിൽക്കുന്നുണ്ടല്ലോ. Looks nice. Samsa with meat. ഷഹാർ കണ്ടില്ലേ. ഇത് ഉയ്ഗൂർ ലാംഗ്വേജ് ആണ് കേട്ടോ, ഈ അറബിക് പോലത്തെ. വാട്ട് ഈസ് ദാറ്റ്? മീറ്റ്. ഓ, ഇതാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. കണ്ട വലിയൊരു എന്താ പറയുക എയർപോർട്ട് മാതിരിയുണ്ട്. കോറൽ അവിടെ താണ്ട് അറബിയിലും, അതായത് ഇവരുടെ ഉയ്ഗൂർ ലാംഗ്വേജിലും ചൈനീസിലുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ് പ്ലസ് ടിക്കറ്റ്. ഇത് വഴി
എൻ്റെ അമ്മ കൊള്ളാം. പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് അകത്ത് കയറ്റിയത്. അതിൻ്റെ ഇവിടെ ചെക്ക് പോയിന്റ് ആണ്. നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. 5 മണിക്ക് ഒരു ട്രെയിനുണ്ട്. 2 ടിക്കറ്റിന് 138 യുവാൻ, 140 യുവാൻ. അതായത് 140 എന്ന് പറയുമ്പോൾ 1400. ഹായ്. എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ. ഹിന്ദു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നല്ല കമ്പനി. ഫോട്ടോ എടുക്കും. ചൈനീസ് പീപ്പിൾ ആർ സോ ഫ്രണ്ട്ലി, റൈറ്റ്? അതർ റീസൺ ഈസ് ലൈക്ക് നമ്മൾ ഈ ഒരു റീജിയനിലാണ്, വെസ്റ്റേൺ റീജിയനിലാണ്, ഈസ്റ്റിൽ, അതായത് ബെയ്ജിങ് ഷങ്കായിലൊക്കെ പോയാൽ അത്ര ഇതൊന്നും വരില്ലായിരിക്കും കേട്ടോ. കാരണം അവർ വിദേശികളൊക്കെ ധാരാളം കാണാറുണ്ട്. അങ്ങനെ ഉറുംജി പോകാനുള്ള നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 69 രൂപയുടെ ഇതാണ് കേട്ടോ. 69 യുവാൻ, അതായത് നമ്മുടെ നാട്ടിലെ 700 രൂപയാണ്. ഇവിടെ കണ്ടില്ലേ, ഇവർക്ക് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ഉണ്ട്. മാത്രമല്ല ഇവിടെ വാഷ്റൂം സംഭവങ്ങളൊക്കെയാണ്. ഇവിടെയുള്ള ട്രെയിൻ സ്റ്റേഷൻ്റെ അകത്തുള്ള വാഷ്റൂമൊക്കെ കണ്ടില്ലേ, എന്ത് മനോഹരം, എന്ത് നീറ്റ് ആൻഡ് ക്ലീന്. കണ്ടേ, ഇത് നമ്മുടെ ശുചിമുറിയാണ്. ഇതാണ്ട് ശുചിമുറിയും അത്യാവശ്യം ക്ലീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇതാണ്ട് ഇവിടെ മൂത്രപ്പുരയും. ഇവിടെ തന്നെ നമ്മുടെ മസാജ് സെൻറ്റർ. പിന്നീട് ഇതുകൊണ്ട് അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഇതൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. ആ കാണുന്ന അകത്തൂടെയാണ് നമുക്ക് ഇനി ഉള്ളിലോട്ട് കയറി പോകേണ്ടത്. ഇവിടെ കണ്ടില്ലേ, മസാജ് നമുക്ക് ഇവിടെ കിടന്ന് ആസ്വദിക്കാനുള്ള ഇതുണ്ട്. പിന്നീട് ഇവിടെ കുറേ റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ഡ്രിങ്കുകൾ. പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. നമ്മൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ ട്രെയിൻ നമ്പർ K9758 ആണ്. അപ്പോൾ നമ്മുടെ സമയമാകുമ്പോൾ നമുക്ക് കയറാം. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ട്രെയിൻ നമ്പർ ഇട്ടു. ഇനി നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ലൈനായിട്ട് കയറാം. ആളുകളെല്ലാം ഓടി വരുന്നുണ്ട് നമ്മുടെ ട്രെയിനിൽ കയറാൻ. ഫൈനലി എനിക്കിവിടെ എൻട്രി കിട്ടിയിട്ടുണ്ട്. ഇനി കരോള കണ്ട് എൻട്രി അടിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നോ, അങ്ങനെ ലേറ്റ് ആയതോ, അവിടെ ഓടുവാണ് കേട്ടോ ഒരാൾ, ഉസൈൻ ബോൾട്ടിനെ പോലെ. ഈ കാണുന്ന ഇവിടുത്തെ ട്രെയിനിൻ്റെ ചിത്രങ്ങളൊക്കെയാണ്. ഇവിടെ കണ്ടില്ലേ, എൻ്റെ പ്ലാറ്റ്ഫോം തോട്ടെ അവിടെയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് എനിക്ക് താഴോട്ട് പോകേണ്ടത്. പ്ലാറ്റ്ഫോം നമ്പർ 23. അയ്യോ, ഫൈനലി നമ്മുടെ ട്രെയിൻ അടച്ചോ. 15 ആണ് കേട്ടോ. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഈ കാണുന്നതാണ് കേട്ടോ ട്രെയിൻ. നല്ല രസമുള്ള ചെയ്യാൻ. അപ്പുറത്ത് ബുള്ളറ്റ് ട്രെയിൻ എന്താണ് അപ്പുറത്ത് കിടക്കുന്നത്. ഇപ്പുറത്ത് ഓയിൽ ടാങ്കർ. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലും ഇതുപോലുള്ള സ്നാക്സ് ഫുഡൊക്കെ വിൽക്കുന്നുണ്ട്, കടകളുണ്ട് കേട്ടോ. നമ്മളെല്ലാം നോ 15 നോ യു കാം. നല്ല സ്ലീപ്പർ ട്രെയിനാണ് കേട്ടോ. നമ്മളെ ചതിച്ചതാ. ഇവിടെ താണ്ടേ. താങ്ക് യു. ഇവിടെ കണ്ടില്ലേ ഓരോ ബോഗി നമ്പറും. ഇവിടെ ചെറിയൊരു വാഷ്റൂം സംഭവങ്ങളാണ് കേട്ടോ. ഹലോ 18 we have to go. കുറേ ഒഴിവുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു സ്ലീപ്പർ ആയിരിക്കുന്നു, പക്ഷേ സ്ലീപ്പർ അല്ലായിരുന്നു കേട്ടോ. 18 ഹിയർ. ഇതാണ് കേട്ടോ നമ്മുടെ സീറ്റ്. കണ്ടില്ലേ, 18 and 19. ഇറ്റ്സ് നോട്ട് സ്ലീപ്പർ. ഇത് വേസ്റ്റ് എന്തോ ഇടാനാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ കണ്ടില്ലേ, ആ കാണുന്നത് വാഷ്റൂമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പോലീസ് ഓഫീസറെ കണ്ടു. ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു വാസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, റൈറ്റ്? പുള്ളി എന്നാലും ഭയങ്കര ബ്രോക്കൺ ഇംഗ്ലീഷാണ്, പക്ഷെ എന്നാലും പുള്ളിയാണ് കേട്ടോ. നല്ലപോലെ കുറേ പാസഞ്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ ചൂടുവെള്ളമൊക്കെ നിറയ്ക്കാൻ പറ്റും കേട്ടോ. ദർ ഇസ് ഹോട്ട് വാട്ടർ, ഹോട്ട് വാട്ടർ ഇൻ ദ ട്രെയിൻ. പിന്നെ അവിടെ വാഷ്റൂം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ പേര് ഇതാണ്ടേ കണ്ടില്ലേ, നമ്മുടെ സഹയാത്രികരൊക്കെയാണ് കേട്ടോ. ഹലോ, കുറേ പേര് സഹയാത്രികരുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഇതിന് പേ ചെയ്തതെന്ന് പറയുമ്പോൾ വി പെയ്ഡ് 820 ഇന്ത്യൻ റുപ്പീസ്, 830 ഇന്ത്യൻ റുപ്പീസ്. 4 മണിക്കൂറാണ് കേട്ടോ ഇതിൻ്റെ. ഇത് നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതിൻ്റെ അകത്താണ് കേട്ടോ. ഓ, ഇതാണ് കേട്ടോ നമ്മുടെ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ്. ഈ കാണുന്നതാണ് നമ്മുടെ ചൂടുവെള്ളവും ചൂടല്ലാത്ത വെള്ളം. ഓ, ഇതാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഇതാണ് കേട്ടോ നമ്മുടെ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ്. ഇവിടെ 1 2 3 6 പേർക്ക് കിടക്കാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഹീറ്ററും സംഭവമൊക്കെ ഉണ്ട്. ഈ കാണുന്ന ചെയറാണ് കേട്ടോ. ഇവിടെ സൈഡിൽ ഇരിക്കാൻ പറ്റുന്ന ചെയറാണ്. ഇതാണ് ബെഡ്. നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ബെഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്.
ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. ഞാൻ സ്ലീപ്പർ എന്നും പറഞ്ഞാണ് സത്യത്തിൽ ട്രെയിൻ ബുക്ക് ചെയ്തത്. ഇവര് വന്നിട്ട് ഡോറ് ഓക്കെ താങ്ക് യു. ഇവിടെ ഫുള്ള് ബൈ ബൈ നല്ല ആൾക്കാരാണ് കേട്ടോ, നല്ല ഫ്രണ്ട്ലി. ഇവർ വന്നിട്ട് വേണം എല്ലാവർക്കും എന്താ പറയുക ഡോറ് തുറന്നു തരാനും ഡോർ അടയ്ക്കാനും സംഭവങ്ങളൊക്കെ. നമ്മൾ തിരിച്ച് നമ്മുടെ ഇതിലോട്ട് പോവാണ്. കൊള്ളാം കേട്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടിക്കളിക്കും. ഇവിടെ അവർ വൃത്തിയാക്കുവാണ് കേട്ടോ തറയൊക്കെ, കണ്ടില്ലേ? ചെരിനൊക്കെ പോകും കേട്ടോ, ഇതാ പിടിച്ചു പോയില്ലെങ്കിൽ ചെരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ നമ്മുടെ ചൈനീസ് ആദ്യത്തെ ട്രെയിൻ യാത്ര നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത്യാവശ്യം സ്പീഡിലാണ് കേട്ടോ. ഇത് ബുള്ളറ്റ് ട്രെയിൻ ഒന്നും അല്ല, ചൈനയുടെ ബുള്ളറ്റ് ട്രെയിൻ 350 സ്പീഡിലൊക്കെ പോകും. ഇവിടെ ഏതാണ്ട് ഒരു അന്തേവാസി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഹൗ ഡു യു എൻജോയിങ് ചൈനീസ് ബുള്ളറ്റ് ട്രെയിൻ? I love the view. You can like see some nice from sitting here. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ ഇരുന്ന് കാണാൻ. ഇവിടെ കണ്ടില്ലേ, ഇത് കറക്റ്റ് അന്ന് നമ്മൾ കെനിയയിൽ ഞാനും കരോള എടുത്ത പോലത്തെ സെയിം ട്രെയിനിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഇത് നമുക്ക് പൊക്കാം. ഇനി ഇത് പൊക്കണം എങ്ങനെയാന്ന് കേട്ടോ. ഇത് താന്നു തനിയെ പൊങ്ങുകയും ചെയ്യും. നമ്മൾ കുറേ എന്തൊക്കെ ആക്കി പോവുകയാണ് കേട്ടോ. കുറേ പുഴകളും പാലങ്ങളൊക്കെ കടന്നാണ് പോകുന്നത്. ഇവിടെ TT തന്നെയാണ് കേട്ടോ, തറ ഉടയ്ക്കുന്നതും എല്ലാം പുള്ളി തന്നെയാണ് കേട്ടോ. It's super clean. It's not like Austrian train. It's not like Indian train. നമ്മുടെ ഇന്ത്യൻ ട്രെയിനെ പുച്ഛിക്കാണ് കേട്ടോ. അവരെന്തോന്താ പറയുന്നത്, TT തന്നെയാണ് കേട്ടോ. പാവം തറ ഉടയ്ക്കുന്നതും തൂക്കുന്നതും എല്ലാം. ഇവിടെ വേറെ ആയിരുന്നു അതിനൊന്നും ഇല്ലേ? TT ആണോ ഇതിനെല്ലാം ഉള്ളത്? ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ഫുള്ള് കണ്ടില്ലേ, ഫുള്ള് ഡെസേർട്ട് പോലത്തെ ഉള്ള സംഭവമാണ് കേട്ടോ ഫുള്ള്. ഇതിനിടയിൽ വലിയൊരു പ്രോബ്ലം ഒക്കെ ആയി. പാസ്പോർട്ട് അവിടെ ടിക്കറ്റ് ഓഫീസർ കരോളയുടെ പാസ്പോർട്ട് എൻ്റർ ചെയ്തത് റോങ് ആയിട്ടാണ്. അതിന്റെ പേരിൽ ഇപ്പോൾ നമ്മൾ വിചാരിച്ച് ഇറങ്ങേണ്ടിയൊക്കെ വരുമെന്ന്. നമ്മളെ തെറ്റല്ല. പിന്നെ ലാസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങൾ ഇരുന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇരിക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ പാക്ക് ചെയ്ത ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. വാട്ട് ഹാപ്പൻ? ജർമ്മൻ ഫേസ്, പാവം ജർമ്മൻ ഫേസ് ആണ് കേട്ടോ. പുള്ളിക്കാരൻ നടന്ന് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവര് നമ്മളെ ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹലോ നിയോ ചുനാലി Chukansu? Oh, Chukansu. Where's Chukansu? I think Chukansu is nearby, next place or something. I don't know. Maybe Chukansu or Salam. Urumqi. ഇവിടെയുള്ള റിവർ എല്ലാം ഫ്രോസൺ ആയിട്ട് കിടക്കുവാണ് കേട്ടോ. എൻ്റെ അമ്മോ, എല്ലാം ഫ്രോസൺ ആണ് കേട്ടോ. കണ്ടിട്ട് അപ്പുറത്ത് നമ്മുടെ ഹൈവേ പോവാണ് ആ കാണുന്നത്. കണ്ടില്ലേ, ഇതെല്ലാം ഫ്രോസൺ ആണ് കേട്ടോ. തൊട്ടപ്പുറത്ത് നമ്മുടെ മറ്റൊരു ട്രെയിനും കൂടെ കടന്നു പോവുകയാണ്. കണ്ടില്ലേ, വേറൊരു ട്രെയിനാണ് കേട്ടോ. ആ കാണുന്ന സ്ലീപ്പർ ബോഗി, അതിൽ സ്ലീപ്പർ ബോഗി ആണല്ലോ. ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ സ്ലീപ്പർ ബോഗി ആണ്. ഈ കാണുന്നതെല്ലാം ഓയിൽ ടാങ്കറുകളാണ് കേട്ടോ. ഓയിലാണെന്ന് ഒന്നും എനിക്കറിയില്ല. ഷിൻജിങ് ലോജിസ്റ്റിക്സ്. വാട്ട് ഹാപ്പൻ? വൈ ആർ യു സാഡ്? എന്ത് പറ്റി? സേ എന്ത് പറ്റി? കരോള എന്തോ സാഡ്. വൈ യു മിസ്സിങ് യുവർ ഫാദർ മദർ? യു മിസ്സിങ് യുവർ ഫ്രണ്ട്സ്? ടെൽ മീ, യു മിസ്സിങ് കേരള? Then what? യു മിസ്സിങ്. ഈ കാണുന്നത് കണ്ടെയ്നർ ട്രെയിനുകളാണ് കേട്ടോ. ഈ കാണുന്ന ട്രെയിൻസ് എല്ലാരും ഭയങ്കര ക്യൂരിയസ് ആണ് കേട്ടോ. എല്ലാരും കണ്ടേ, അവിടെ ഇവര് ഉയ്ഗൂർ ആൾക്കാരാണ് കേട്ടോ. മിൻസ് പുള്ളിയുടെ പേര് യാസീൻ. മിൻസ് അവന് പേരില്ലാന്ന് തോന്നുന്നു. ചാഷിഖോ. And you? ബയാന. ഉയ്ഗൂർ ആൾക്കാരുടെ പേരും കസാക്ക് ആൾക്കാരുടെ പേരൊക്കെ ഭയങ്കര ഈസിയാണ്. കാരണം അവരുടേത് അറബ് നെയിമാണ് കേട്ടോ. അറബ് ലാംഗ്വേജിലെ മുസ്ലിംസ് നെയിംസ് ഒക്കെയാണ്. അതുകൊണ്ട് വളരെ ഈസിയാണ്. ഇവിടെ ട്രെയിനിൽ കുറെ സാധനങ്ങളൊക്കെ ഇവര് ഫുഡായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എത്ര രൂപയെന്തോ, നല്ല വില കൂടുതലാണെന്തോ. ഞാൻ ഈ കടിച്ചാ പൊട്ടാത്ത നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂഡിൽസിന് ഭയങ്കര കട്ടി കേട്ടോ. Are you coming to China to play? No. ലുഷിങ്ജ്. അവൻ ചോദിക്കാണ് ചൈനയിൽ കളിക്കാൻ വന്നതാണോ? നോ, ലുഷിങ്ജ്.
ലൂസിഞ്ച്. ഇവിടെ തന്നെ നല്ലൊരു പ്രറ്റി. ഹായ്, എന്ത് രസം. ഹലോ ഹലോ. എന്ത് രസമല്ലേ ആ മുടി കണ്ടില്ലേ? എന്ത് രസമുള്ള കുട്ടി നോക്കിയേ. വാ തുറക്കുന്നത് കാണാൻ തന്നെ എന്ത് രസം. What's your name? ബയാങ്ക്. Bayachi. ബയാച്ചി ബയാങ്കി. What are you? Are you doing well in your country? Are you doing where in your country? What are we doing in our country? What are you doing in your What are we doing in our country? I'm school student. Me? Study book. Me, I am a VIP. I'm a വേലയില്ല പട്ടധാരി. No job, nothing. No, I'm Lusingje. Lushinge. And you? What are you doing in your country? Yes. അവൻ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ നോക്കിയിട്ട് ട്രാൻസ്ലേഷൻ നോക്കിയിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. വേണ്ടേ? വാ വന്നിരി വാ. പോയി ഓടി. ഇവിടെ എന്ത് റൊമാൻറ്റിക്. ഇപ്പോഴാണ് നോക്ക്, അവർ ഫുള്ള് കൈയെല്ലാം പക്ഷെ പ്രോബ്ലം. നമ്മുടെ കപ്പിൾസിന്റെ ഫോട്ടോയാണ് കേട്ടോ ഇവരുടെ. എൻ്റെ അമ്മോ അടിപൊളി കേട്ടോ. Show me another picture. Can I go? Yeah, you can. Oh, അടിപൊളി. നിക്കു. Wow. Super. എൻ്റെ അമ്മോ അടിപൊളി കേട്ടോ. പുള്ളിക്കാരൻ്റെ പേര് യാസീൻ എന്നാണ്. ഇപ്പൊ നമ്മള് യാസീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഉണ്ടല്ലേ. അടിപൊളി കേട്ടോ. ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തും കേട്ടോ. ഇവര് കഷ്കറിലാണ് കേട്ടോ ഇവരുടെ വീട്. ഇവിടെ കണ്ടില്ലേ, ഇവര് വെസ്റ്റേൺ സ്റ്റൈലും എടുക്കാം. പിന്നെ അതാണ്ട് ഇത് ഉയ്ഗൂർ ശൈലിയിലാണ് കേട്ടോ ഇവരുടെ. വാവ്, കൊള്ളാം കേട്ടോ. What's that? I don't know. 汤汁。Okay. 你可以尝一下。Thank you. 谢谢。എന്ത് സാധനം ഉണ്ടോ കേട്ടോ. ഹൗസ് ഇറ്റ്. ഇവിടെ നമ്മളിതാ ടണലിൽ കൂടെ പോവാണ് കേട്ടോ. ടണലിൽ കൂടെയാണ് കുറെ നേരമായിട്ട് പോകുന്നത്. എന്ത് ക്യൂട്ട് കേട്ടോ അവന്. അവ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടല്ലേ. എന്ത് നല്ല പയ്യൻ. നമ്മളടുത്ത് കളിക്കാണ് കേട്ടോ. നമ്മൾ അവനെ കിക്ലി ആക്കും. ഇതൊക്കെയാണ് ഇത്ര നേരം പരിപാടി. ഒന്നെടുത്തിട്ട് വീണ്ടും വന്നിട്ട് എടുക്ക്. ഇതിലെ എല്ലാം മലകളാണ് കേട്ടോ. ഫുള്ള് മല തുരന്ന് നമ്മുടെ കൊങ്കൺ റെയിൽവേ പോലുള്ള സംഭവമാണ്. ഇവരെല്ലാം നമ്മുടെ ഫ്രണ്ട്സുകളായി. ഇവരൊക്കെയാണ് ഇവിടുത്തെ കമ്പനികൾ. ഞാനിവിടെ ട്രെയിനിന്റെ ടോയ്ലറ്റിന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് കേട്ടോ ട്രെയിനിന്റെ ശുചിമുറി. ചെറിയൊരു സ്പേസ് മാത്രമുള്ള ഒരു ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ. ഇവിടെ ലോക്കൊന്നും ആവില്ലേ? ലോക്കാവും. പിന്നെ അതാണ്ട് ഇവിടെ ഒരു ഇത് ടോയ്ലറ്റ് പേപ്പർ. ഇവിടെ വേസ്റ്റ് ബിന്നിനുള്ള ഒരു ചെറിയൊരു ഇതാണ്. പിന്നെ അതാണ്ട് ഇവിടെ ഒരു ചെറിയൊരു ടാപ്പുണ്ട്. ഇതുണ്ടല്ലേ, ഇത്ര തന്നെയാണ് കേട്ടോ. പിന്നെ അതാണ്ട് ഈ കാണുന്ന ഒരു ചെറിയൊരു ശുചിമുറിയാണ് കേട്ടോ. ഇവിടെ ഒരു ലൈറ്റും സംവിധാനമൊക്കെ ഉണ്ട്. ചെറുതാണ് കേട്ടോ. ഇത് മറ്റേ കരോളയുടെ ഇതെടുത്തിനായിട്ടൊക്കെയാണ് കേട്ടോ. കണ്ടില്ലേ, ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ട്രെയിനിന്റെ പുറകിലുള്ള ഇത്. പക്ഷെ ഇത് സ്റ്റാഫിന് മാത്രമേ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇവൻ കുഴപ്പമില്ല കേട്ടോ. ഇവൻ നേരത്തെ ചുമന്ന ഇവനാണെങ്കിൽ നേരത്തെ ഇവന്റെ കൊങ്ങയിൽ പോയി പിടിച്ച് ഇവൻ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണെന്ന് കൊങ്ങയിൽ കയറി ഇങ്ങനെ പിടിച്ച് അവന്റെ ജ്യൂസ് അല്ല ഇങ്ങനെ പുറത്ത് വന്നു കേട്ടോ. പാവം കേട്ടോ.我乃都是出家之人，你若如此看我的，我你妈也会干！大为天罗地网法正，诸佛万境随人际。哎，我操！啊！爸爸，可以的，可以。行的，套路，不可能。OK，不过。行，我信你干。
好家伙！ എന്റെ പണ്ടത്തെ മുടി പോലത്തതാണ് കേട്ടോ ഇവന്റെ തണ്ടില്ലേ തല കണ്ടില്ലേ എനിക്ക് പണ്ട് മുള്ളം മുടിയായിരുന്നു കേട്ടോ എനിക്കതിങ്ങനെ നിൽക്കും നിനക്ക് മലയാളം അറിയോ നിനക്ക് മലയാളം അറിയോ 听不懂。 കിംബുദോ അല്ല എന്താ ഇതെന്താ സോസേജ് വാട്ട് ഈസ് ദാറ്റ് this 我腿长开。 ആ this 打开他说他是。 ആ അവന് മനസ്സിലായ കാര്യം കണ്ടില്ലേ ഇവൻ കട്ട് ചെയ്യുന്ന രീതിയാണ് കേട്ടോ കട്ട് ചെയ്യാനുള്ള മെഷീനാണ് സോസേജ് കട്ട് ചെയ്യാനുള്ള ആ. എല്ലാവർക്കും കണ്ടില്ലേ ഓടി നടന്ന് ഫുഡ് കൊടുക്കുവാണ് കേട്ടോ പാവം കേട്ടോ എല്ലാവർക്കും കണ്ടില്ലേ വെരി സോ യുവർ ഫ്രണ്ട് കേക്ക് ദിസ് ഈസ് കേക്ക് 蛋糕吗 ？Cheers cheers 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 cheers。 Cheers അടിപൊളി കേട്ടോ അടിപൊളി. അടിപൊളി It's a bit like sponge cake. സ്പോഞ്ച് പോലത്തെ സാധനം Swahili sponge cake also. മന്ദാസി No, it's not mandasi. No, you said sponge cake. But sponge cake is not mandasi. കൊള്ളാം കേട്ടോ എന്തായാലും നല്ല സാധനം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയാണ് ഇത്രയും നേരം അവൻ കയ്യിലടിക്കും നമ്മൾ തിരിച്ചടിക്കും അങ്ങനെയായിരുന്നു കേട്ടോ കണ്ടില്ലേ അടിയുണ്ടോ ഇവിടെ വമ്പൻ അടിയാണ് കേട്ടോ അവന്റെ എക്സ്പ്രഷൻ നോക്കിയോണ്ട് അവനെ ചിരിപ്പിക്കുമ്പോ ഫൈനലി ഒരു നഗരത്തിലോട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഉറുംജി എന്നാണ് തോന്നുന്നത് കേട്ടോ എന്റെ വലിയ നഗരമാണല്ലോ ഇത് കണ്ടിട്ട് നമ്മൾ ട്രെയിൻ എത്തി ഇറങ്ങാൻ വേണ്ടി പോവാണ് 4-5 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് ഇവനാണ് കേട്ടോ ചില്ലാടി ഇവനാണ് നമ്മുടെ ട്രെയിനിലെ സഹ കൂട്ടുകാരൻ പിന്നെ വേറൊരു തന്നെ അപ്പുറത്തുണ്ട് അവൻ്റെ അമ്മതവും അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ അവൻ്റെ അമ്മ വിടൂല കേട്ടോ അവന് അടി കിട്ടുന്നോ അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് പിന്നെ ഇവനാണ് ഏട്ടാ വി വിൽ മിസ് യു എന്ത് സ്നേഹമല്ലേ ഹീസ് സോ ലവ്ലി റൈറ്റ് അവൻ അമ്മയുടെ ഇതിൽ പോയിട്ട് എല്ലാം എടുത്തിട്ട് നമുക്കും കൊണ്ടുവരും അപ്പുറത്തെ ആൾക്കാർക്ക് കൊണ്ടുവരും എന്ത് സ്നേഹമുള്ള ഇതാണ് കേട്ടോ അമ്മ നമ്മൾ ഉറുഞ്ചി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട് ഫുള്ള് സ്നോയിലെ കൂടെ പോവുകയാണ് കേട്ടോ ഫുള്ള് സ്നോ ആണ് അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് ഈ കിടക്കുന്നത് ബുള്ളറ്റ് ട്രെയിൻ ആണോ കണ്ടിട്ട് അറിയില്ല കേട്ടോ ഈ കാണുന്നത് ബുള്ളറ്റ് ട്രെയിൻ ആണെന്ന് തോന്നുന്നു പക്ഷേ ഈസ്റ്റ് ഭാഗത്തോട്ടാണ് ചൈനയുടെ ഈസ്റ്റ് ഭാഗത്തോട്ടാണ് ധാരാളം ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ല വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ധാരാളം പ്ലാറ്റ്ഫോമുകളുണ്ട് ഫൈനലി നമ്മളങ്ങനെ ട്രെയിനിൽ നിന്ന് പുറത്തോട്ട് നമ്മുടെ ജേണി കഴിഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ എല്ലാ ആൾക്കാരും ഇതാ ഇവിടെ വരിവരിയായിട്ട് ഇറങ്ങുവാണ് എൻ്റെ അമ്മോ നല്ല തണുപ്പ് കേട്ടോ പുറത്തിറങ്ങിയപ്പോ സോ കോൾഡ് റൈറ്റ് നമ്മൾ ട്രെയിനിൽ നിന്ന് വന്നിറങ്ങി ഇതാ ഈ കാണുന്നതാണ് ഓ ഇതാണ് കേട്ടോ ഇവരുടെ റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാട്ടോ ഇവിടെ ടാക്സി ബസ് അങ്ങോട്ടുള്ള വഴികളൊക്കെയാണ് അടിപൊളിയല്ലേ ലുക്സ് ലൈക്ക് എയർപോർട്ട് അടിപൊളി അല്ലേ ആ ഇവര് നമ്മളെ ഡിന്നറിന് കൊണ്ടുപോവാണ് കേട്ടോ താങ്ക് യു സോ മച്ച് ഈ ചേട്ടനും ചേച്ചി കല്യാണം കഴിച്ചവരാണ് ഇവര് നമ്മളെ ഡിന്നറിന് വിളിച്ചോണ്ട് പോവാണ് അപ്പൊ നമ്മൾ പിന്നെ പോവാന്ന് വിചാരിച്ചു ഭയങ്കര റൊമാൻറ്റിക് ആണ് കേട്ടോ ഇവർ രണ്ടുപേരും കാരണം ഇതെല്ലാം ട്രെയിൻ നമ്പറും സംഭവങ്ങളൊക്കെയാണ് ഈ ബോർഡിൽ കൊടുത്തു വെച്ചിരിക്കുന്നത് യെസ് അങ്ങനെ നമ്മൾ ഉറുംജിയിലേക്ക് സ്വാഗതം
നമ്മള് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറെ ആൾക്കാര് ബോർഡൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടാക്സിക്കാര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. പിന്നെ ബന്ധുക്കള് വിളിക്കാൻ അവരെയൊക്കെ ആയിരിക്കും കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന. കണ്ടില്ലേ, നമ്മളല്ല എന്തായാലും നമ്മളിനി പോട്ടെ. കാണുന്നതൊക്കെ ഇവിടുത്തെ ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല വലിപ്പമുള്ള ഹോട്ടലാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് സ്നോയും നല്ല തണുപ്പും. കാണുന്നതാണ് നമ്മുടെ ഉറുംജി റെയിൽവേ സ്റ്റേഷൻ. എന്താണ്ട് ഊറൂംജി എന്ന് അറബിക്കിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇത് കണ്ടില്ലേ, ഇത് കണ്ടാൽ നമുക്ക് എയർപോർട്ട് പോലെയാണ് തോന്നുന്നത്. താഴ്ന്ന് വീണ്ടും മുകളിലോട്ടുള്ള നിലയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറാവുന്ന ഒരു എൻട്രി ആണ്. ഇവിടെ ഫുള്ള് ടാക്സിയുടെ ഇതാണ് കേട്ടോ. ആ കാണുന്ന ഹോട്ടൽ റൂമുകൾ, ഹോട്ടൽ ബിൽഡിങ്ങുകളെന്തോ അവിടെ കണ്ടില്ലേ ഒരു ബിൽഡിങ്. ഇവിടെ ഫുള്ള് ബിൽഡിങ്ങുകളാണ് കേട്ടോ. എല്ലാ ബിൽഡിങ്ങുകളും ഇവർ ലൈറ്റ് ഇട്ട് മനോഹരമാക്കി വെച്ചിരിക്കും. പുള്ളിക്കാരൻ ടാക്സി ഒപ്പി പോവാണ്. ടാക്സിയിൽ കയറിയിട്ടുണ്ട്. ടാക്സിയിൽ വരെ ഒരു ക്യാമറ ഉണ്ട് കേട്ടോ. ക്യാമറ ഇല്ലാത്ത സ്ഥലം ഒരു സ്ഥലത്തും ചൈനയിൽ കാണൂല. ആ കാണുന്നതും ക്യാമറയാണ് കേട്ടോ. ഈ കാണുന്നതും ക്യാമറയാ. ഹായ്, യു ആർ ദ മോസ്റ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പേഴ്സൺ ഐ മെറ്റ് ഇൻ ചൈന. യുവർ ഇംഗ്ലീഷ് ഈസ് സോ നൈസ്. താങ്ക് യു സോ മച്ച്. എന്റെ അയ്യോ, പുള്ളിക്കാരനാണ് കേട്ടോ. പുള്ളിക്കാരൻ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. എന്നാലും അങ്ങനെ അടിപൊളിയല്ല. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ കണ്ട. നമ്മളിനി ബാഗ് എടുക്കട്ടെ. ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഏതോ ഒരു ഭക്ഷണശാലയിൽ ഒരു അരമണിക്കൂർ റൈഡ് കഴിഞ്ഞിട്ട് വന്നതാണ്. താങ്ക് യു. ഓ, ഒരു അടിപൊളി കടയാണല്ലോ. ഇവിടെയും ഫുള്ള് നൂഡിൽസും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഹലോ, ഇവിടെ കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല മോഡേൺ ശൈലി ഉണ്ടല്ലേ ഇവിടുത്തെ. ചായ കൊണ്ടുവരുന്ന എല്ലായിടത്തും കോമൺ ആണ് കേട്ടോ. ഇതിൽ ഡേറ്റ്സ് ഒക്കെ ഇട്ടുള്ള ചായ ആണല്ലോ. കണ്ടില്ലേ, അതിനകത്ത് ഡേറ്റ്സും എന്തൊക്കെയും സംഭവമുണ്ട്. അതിൽ കിടക്കുന്നത് റെഡ് കളർ ഡേറ്റ്സ് ആണ് കേട്ടോ. ആ കാണുന്നത് നല്ല രസമുള്ള ചായ. ഇവിടെ വന്നിട്ടുണ്ട്. സുക്കാഷ് എന്ന് പറയുന്ന ഒരു സാധനമാണ് കേട്ടോ. അതിൽ ഇതാണ്ട് കുറെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. സൂപ്പായിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഇവിടെ 4 പേരും സുക്കാഷ് ആണ്. ഹൗ ഇസ് ഇറ്റ്? സോ ഗുഡ്. ഞാനിനി കഴിച്ചോട്ടെ. ഇതിൽ ചോപ്സ്റ്റിക് ഇല്ല, അതിന് പകരം സ്പൂണാണ് കേട്ടോ തന്നത്. ഫൈനലി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിവിടെ വിട പറയാണ്. താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ. See you. Bye bye. Thank you so much. നല്ല ആൾക്കാരാട്ടോ. അങ്ങനെ അവര് വിട പറയുകയാണ് കേട്ടോ. താങ്ക് യു. See you. ഒരാള് ഡോക്ടറും ഒരാള് എന്താ പറയാ ഡ്രൈവറോ ബസ് ഡ്രൈവറോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അങ്ങനെ വി ആർ ഗോയിങ് ടു സ്റ്റേ ഇൻ എ ഹോട്ടൽ. നമ്മളങ്ങനെ ഹോട്ടലിൽ അവർ നമ്മളെ അടുത്ത് പറഞ്ഞായിരുന്നു, ആക്ച്വലി ഇവിടെ വിദേശികളെ അവരുടെ വീട്ടിലൊന്നും താമസിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമ്മൾ ഹോട്ടൽ എടുക്കാനേ നിർവാഹമുള്ളൂ. ഈ തണുപ്പിൽ ക്യാമ്പൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. എനിക്ക് പറ്റിയാലും എൻ്റെ കൂടെ ഉള്ള ആൾക്ക് പറ്റൂല. പിന്നെ ടെൻ്റൊക്കെ അടിച്ചാലും എനിക്കായിരിക്കും പ്രശ്നം വരുന്നത്, തണുപ്പിൽ പ്രശ്നം വരുന്നത്. അവൾക്ക് തണുപ്പിൽ വലിയ പ്രശ്നം വരില്ല. അപ്പോൾ അതാണ് കാര്യങ്ങൾ കേട്ടോ. ഏറ്റവും ചീപ്പ് കണ്ടുപിടിച്ച് വന്നത് ഓയോ ആണല്ലോ. ഓയോ എന്ന് പറയുന്ന ഹോട്ടലാണ്. നോക്കട്ടെ, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 2 ചൈനീസ് പെൺകുട്ടികളും കൂടെ കൂടിയിട്ടുണ്ട്. അവർ നമുക്ക് ലൊക്കേഷനൊക്കെ വഴിയിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇതാണ് കേട്ടോ. സഹായിയായി വന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ ഹോട്ടലിലെ മുതലാളിയായിട്ടുള്ളത്. നമുക്ക് വേണ്ടി ഹോട്ടലിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതുവാണ്. എനിക്കൊന്നും നോ ചൈനീസ് നെയിം. പുള്ളിക്കാരൻ്റെ ഓയോ ചെറുതെന്ന് അവിടെ പുള്ളിക്കാരൻ്റെ ഹോട്ടലിൽ പാസ്പോർട്ടൊന്നും അടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിട്ടു. അറിയില്ല, ഉറക്കം വരുന്നു. സമയം 12:30 മണിയായി. രണ്ടാമതൊരു ഹോട്ടലിൽ പോയി, അവിടെയും നടന്നില്ല. പിന്നെ അവർ പോലീസിനെ വിളിച്ചിട്ട് ആദ്യം വന്ന ഹോട്ടലിൽ തന്നെ വന്നു. അവരെന്തോ റൂം തരേണ്ട ബാധ്യത അവർക്കുണ്ട് എന്നുള്ള രീതിയിലാണ്. What's your name? Hi, my name is Jitingtie. Jitingtie. What's your name? She name is Nixue. Nixue. Okay. Thank you for helping. Carola Mahin. Okay. Please see again. Huh? Again.
കറോള ആൻഡ് മാഹീൻ. മാഹീൻ Okay. അവരാണ് കേട്ടോ പാവം ഹെൽപ്പ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവര് തന്നെയാണ് കേട്ടോ ഇവിടെയും വർക്ക് ചെയ്തത്. താങ്ക് യു. ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ ഹോട്ടൽ. ഇതാ ഇവിടെ കണ്ടില്ലേ, അവസാനം അവര് നമുക്ക് ഹെൽപ്പ് ചെയ്തു. ഇവിടെ കണ്ടില്ലേ, ഇതാ ഓടുന്ന കണ്ടില്ലേ, ഇവിടെ കുറേ പോലീസുകാർ വന്നു, അവര് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ വളരെ ഈസി ആയിരുന്നു. പോലീസ് പീപ്പിൾ ആർ സോ ഫ്രണ്ട്ലി റൈറ്റ്. ഇവിടെ കുറെ ആന്റിക്സും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ ശേ. ആ 100 yuan. 3 പേർക്കുള്ള ഇതുണ്ടല്ലോ. 3 people. Big bed for me, small bed for you. Okay? Of course. So, അങ്ങനെ നമ്മൾ റൂമിലെത്തിയിരിക്കുന്നു. ബട്ട് നമ്മൾ 66 യുവാനൊക്കെ റൂം കണ്ട് അവിടെ പോയതാണ് കേട്ടോ. 66 യുവാൻ എന്ന് പറയുമ്പോൾ, അയ്യോ 66 യുവാൻ എന്ന് പറയുമ്പോൾ 720 രൂപയൊക്കെ വരുള്ളായിരുന്നു. പക്ഷെ ഇതിപ്പോ 100 യുവാനാണ് കേട്ടോ. 100 യുവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 1200 രൂപയായി കേട്ടോ. അതാണ് പ്രശ്നം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ലാസ്റ്റ് പോലീസുകാർ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തു തന്നു. ഇവിടെ വേറെ വലിയ ഇതൊന്നുമില്ല. ഒരു വാഷ്റൂം, ബെഡ്, പക്ഷെ 3 പേർക്കുള്ള ബെഡാണ്. പിന്നെ ഒരു കോഫി മേക്കർ, ചൂടുവെള്ളം ഇതിന്. പിന്നെ വൈഫൈ ഒന്നുമില്ലേ? വൈഫൈ അറിഞ്ഞൂടാ കേട്ടോ. വൈഫൈയുടെ സ്കാന് ഇത് ഉപയോഗിക്കാനാണ്. പിന്നെ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കട്ടെ. വാഷ്റൂം ഈ കാണുന്നതാണ് കേട്ടോ. ഭയങ്കര അഡ്വാൻസ്ഡ് ഒന്നും അല്ല. ഈ വൃത്തിയൊന്നും ഇല്ല കേട്ടോ. ആരും ഫ്ലഷ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വാഷ്റൂം വലിയ വൃത്തിയൊന്നുമില്ല. 2 ടോയ്ലറ്ററീസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്ര തന്നെയാണ് കേട്ടോ. കണ്ടല്ലേ, കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത ഹോട്ടലിൽ വെച്ച് എന്റെ പാന്റ് പോയേട്ടോ. അതുകൊണ്ട് ഇപ്പം വേറെ ഇടാനുള്ള തണുപ്പത്തിടാനുള്ള സുഖമുള്ള പാന്റൊന്നും ഇല്ല. തൽക്കാലം ഞാൻ കരോളയുടെ നൈറ്റി എടുത്തിട്ടൊക്കെയാണ് കേട്ടോ. കരോള നൈറ്റി കൊള്ളാം. നൈറ്റി ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് നൈറ്റി ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. സോ കംഫർട്ടബിൾ റൈറ്റ്, സോ കംഫർട്ടബിൾ.